ഇന്നലെ വൈകുന്നേരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരമാണ് ഇന്ന് നിലവിൽ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് എന്നുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ആ മഴ മുന്നറിയിപ്പ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ് എന്നുള്ളതിൽ ചില തിരുത്തലുകൾ ഉണ്ടാകും. എന്തായാലും ഇന്ന് രാവിലെ ഈ സമയങ്ങളിലുള്ള മഴ സാധ്യത കൂടി അടുത്ത 3 മണിക്കൂറിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ദിനാവസ്ഥ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പക്ഷേ നിലവിൽ എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയില്ല. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിനും ഇടത്തരമോ നേരിയതോ ആയ മഴയ്ക്കുമുള്ള സാധ്യതയാണ് അവസാനം 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാവസ്ഥ പ്രകാരം അവർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് 8 ജില്ലകളിൽ, അതായത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് അതിശക്തമായ മഴയുണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് നിലവിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. അപ്പോഴും അവിടെയും നേരിയ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇടിമിന്നൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും മഴ ശക്തമാകുക. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ടാകും. മഴയ്ക്കൊപ്പമുള്ള ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടിമിന്നലിന്റെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിലക്ക് ആ നിലയിൽ തന്നെ തുടരും എന്നാണ് പറയുന്നത്. തുലാമഴ എന്ന നിലയിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. 3 ദിവസം കൂടി മഴ ശക്തമായി തന്നെ തുടരും എന്നുള്ളതും അത് ഉച്ചയ്ക്ക് ശേഷമാകും ഈ മഴയ്ക്ക് ശക്തി പ്രാപിക്കുക എന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്.